ഇന്ന് ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിൻ്റെ കാലച്ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് പൊന്നുമണീനെ കാണാനായിട്ട് വന്നതാണ്. അങ്ങനെ പൊന്നുമണീനെയൊക്കെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നുമണി നൈസായിട്ട് ചേച്ചിക്ക് ഒരു പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഉണ്ണീനെ എടുത്തിരിക്കണ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് ഞാൻ ലേറ്റ് ആവുകയാണ് ചെയ്യാറ് ഫുഡ് കഴിക്കാനായിട്ടേ. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് വാട്ടയിറ്റിനിടെ എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മറന്നു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും സമയം കിട്ടാണ്ടൊക്കെ വരാറുള്ളത് കേട്ടോ, ലേറ്റായിട്ട് കഴിക്കണ കാരണം കൊണ്ടേ. അപ്പോൾ അതേ മിക്ക ദിവസം ചീരയോ അല്ലെങ്കിൽ മുരിങ്ങയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഫുഡിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മേമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേമയുടെ അടുത്ത് ഉണ്ണി പണി തന്ന കാര്യമൊക്കെ കലച്ചേച്ചി ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് നാണായിട്ട് അപ്പോൾ ആൾ വേഗം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞാനും പൊന്നുമണിയും കൂടിയിട്ട് ഉറങ്ങാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. അപ്പോൾ അവനെ ബെഡിൽ കിടക്കാനായിട്ട് കുറച്ച് മടിയാണ്. കിടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കിടന്നാ പറയാൻ കിടന്നു എന്ന്. അപ്പോൾ തൊട്ടിലാണെങ്കിൽ കുറച്ചധികം നേരം അങ്ങോട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേ എനിക്കിങ്ങനെ പുട്ടും ചിക്കനും കഴിക്കാനൊരു ആഗ്രഹം. ഞാൻ തന്നെ ഉണ്ടാക്കിയ പുട്ടും ഞാൻ തന്നെ ഉണ്ടാക്കിയ ചിക്കനും കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ആഗ്രഹം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ അടുത്തിട്ടാണ്. അപ്പോൾ അമ്മ ഉണ്ണീനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നിഴലെങ്കിലും ഒന്ന് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ അടുത്ത് തന്നെ എന്നെ കാണത്തക്ക വിധം തന്നെ അവനിങ്ങനെ ഇരുത്തി. അപ്പോൾ അവനിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവന് കരച്ചിലും ബഹളമൊന്നും ഇല്ലാണ്ട് നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവന് സമാധാനമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഞാൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ പുട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചിക്കൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ചിക്കൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പുട്ടും ചിക്കൻ കറിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് കഴിക്കല്ലേ വേണ്ടത്. അങ്ങനെ ഞാൻ പുട്ടൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ എടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് ആസ്വദിച്ച് അതൊക്കെ കഴിച്ച് തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.